നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ കേക്ക് നമുക്ക് ഒരു ബേക്കിംഗ് ടൂൾസും ഇല്ലാതെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ അത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാട്ടോ എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കേട്ടോ കേക്ക്. അപ്പോൾ അത് ആ മുട്ട എടുത്ത് ഇതുപോലെ ആക്കിയിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് വെച്ചോ വിക്സ് വെച്ചോ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കൈ വെച്ച് തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തതാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ 100 സംതിങ് രൂപയ്ക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്നായി കിട്ടും. 2 കൈ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു കൈ വെച്ച് ഇങ്ങനെ താഴ്ത്തിയും പൊക്കും ചെയ്യാൻ തന്നെ നമുക്ക് നല്ല പോലെ പെട്ടെന്ന് നമ്മുടെ മുട്ടയൊക്കെ ബീറ്റായി മിക്സ് ചെയ്ത് കിട്ടും. ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ. അല്ല നമുക്ക് ഈ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. ഞാൻ കോഡ് കമൻറ്റ് ചെയ്ത് തരാം. മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടയിലൊന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം പൊടിച്ചിട്ട് ചേർക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് അളവിൽ പഞ്ചസാര കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഏത് പാത്രത്തിലാണോ പഞ്ചസാര എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ളതും അളന്നെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഒരു ചെറിയ കപ്പ് നോക്കി എടുക്കുക. എന്നിട്ട് ഈ 1 കപ്പിന് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് 1/4 കപ്പ് നിങ്ങൾക്ക് മധുരം കുറവാണ് ആവശ്യമെങ്കിൽ 1/4 കപ്പിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആ കപ്പിന് തന്നെ നല്ല സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആ കപ്പിന് 1/2 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആ ഒരു എടുത്ത കപ്പിന് തന്നെ 1/2 കപ്പ് അളവിൽ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരേ കപ്പ് തന്നെ കറക്റ്റായിട്ട് അളന്നെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കേക്ക് പെർഫെക്റ്റ് ആവണമെന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പാലും കൂടെ വെച്ച ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ബാറ്റർ. എന്നിട്ട് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഓവറായിട്ട് നമ്മൾ മിക്സ് ആക്കണ്ട കേട്ടോ. പാലൊക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യേണ്ട. വാനില എസൻസ് ഒക്കെ ഒന്ന് ആ ബാറ്ററിൽ ഒന്ന് പിടിക്കുന്ന പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ പൊടികളൊക്കെയാണ്. അത് ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. ഇങ്ങനെ തരികളൊന്നും ഉണ്ടായി നിൽക്കില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ കപ്പിന് തന്നെ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കേക്ക് നല്ലപോലെ ഒന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ എല്ലാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ബാറ്റർ ഫുള്ളായിട്ട് മിക്സ് ആയെന്ന് കണ്ടാൽ അപ്പം തന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നത് നിർത്തണം. കാരണം ഓവറായിട്ട് നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ കേക്ക് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബാറ്റർ എല്ലാം നമ്മളെ പൊടിയും മൈദയും എല്ലാം നല്ലപോലെ മിക്സ് ആയെന്ന് കണ്ടാൽ അപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്യുന്നത് നിർത്താം കേട്ടോ. ഇനി ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഈ ബാറ്റർ വേണ്ടത്. ഇതുപോലെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. നമുക്കിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഒരു ലൂസും എന്നാൽ ചെറിയ ടൈറ്റും ഒക്കെ ആയിട്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഒരു കുക്കറിലാണ്. നമ്മൾ അലുമിനിയം കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കുക്കർ എടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. ഇത് പൊങ്ങി വരുന്നത് കൊണ്ട് കുറച്ച് അധികം ഉയരത്തിൽ തന്നെ കുക്കറിൽ ഓയിൽ തടവി കൊടുക്കുക. ഇതിന് ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ പീസാക്കി മുറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ കുക്കർ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഡയറക്റ്റായി അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പഴയ തവയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ആ തവയൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളെ കുക്കർ അതിലേക്ക് വെച്ച ശേഷം നമ്മൾ വിസിലില്ലാതെ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക. വിസിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്കറിൻ്റെ വിസിൽ വെക്കാതെ നല്ല പോലെ കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് കറക്റ്റ് ടൈം നോക്കണം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് നമ്മുടെ കുക്കർ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ്. അല്ല സിമ്മിലിട്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ നമ്മളെ കുക്കർ ചൂടാവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ 1 മിനിറ്റ് കറക്റ്റ് സമയം നോക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം 1 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക. അപ്പോൾ നമ്മൾ കുക്കർ ചൂടാവും. ഇതിൻ്റെ ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേ തന്നെ നമ്മളെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയി വന്നിട്ട് ഒരു ടൂത്ത് പിക്കോ ഒരു ഈർക്കിലോ എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഈർക്കിലൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കേക്ക് ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. എന്നിട്ട് നമുക്ക് നല്ല തണുത്ത ശേഷം മാത്രം ഇതൊന്ന് എടുക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് വിട്ട് വരും. അപ്പോൾ ഒരു തവി വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ്
ജസ്റ്റ് കുത്തി കൊടുത്താൽ അത് നമ്മളെ കയ്യിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ഇതാ നല്ലപോലെ തണുത്ത ശേഷം ഞാൻ എടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കരിയോ ഒന്നും ആയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരേ അളവ് തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വാനില കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് വെച്ച് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇത് ക്രീം വെച്ചിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്കായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതല്ലാതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം കഴിക്കാതെ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് കഴിക്കുമ്പോൾ കേട്ടോ ടേസ്റ്റ് കൂടുക. എനിക്ക് പിന്നെ ക്ഷമ ഉണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് എടുക്കും. പക്ഷേ ഞാൻ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കും. കട്ട് ചെയ്യാനും മുറിക്കാനും ഒക്കെ ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടോ എങ്ങനെ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും കേട്ടോ. അടിപൊളി കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാലം കേക്ക് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടില്ല എങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ ഒരു ബേക്കിംഗ് ടൂൾസും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്, ഒട്ടും മാറ്റമില്ല. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റൈറ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്, ഇറക്കിയത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ടാറ്റാ.